+1 വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച പോക്സോ കേസിലെ രണ്ടാം പ്രതി ജീവനൊടുക്കിയത് വിവാദത്തിലേക്ക്. തളിപ്പറമ്പ് മുയ്യത്തെ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി അനീഷിനെയാണ് കോഴിക്കോട്ടെ തൊണ്ടയാട്ടെ ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. തളിപ്പറമ്പിലെ പാർട്ടി നിയന്ത്രിത സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു അനീഷ്. പോക്സോ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഇയാളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും മാറ്റി നിർത്തുകയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പാർട്ടി പുറത്താക്കുകയുമായിരുന്നു. തുടർന്ന് ഇയാൾ നാട്ടിൽ നിന്നും മാറി നിന്നിരുന്നു. പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പരാതിയിൽ പിടികൂടിയ കൂട്ടുപ്രതി രമേശൻ റിമാൻഡിലാണ്. അനീഷിനെ രണ്ടാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ കൂട്ടുകാരിൽ ചിലർ രമേശനെ തന്ത്രപരമായി ആളൊഴിഞ്ഞ സ്ഥലത്ത് വിളിച്ചു വരുത്തുകയായിരുന്നു. രമേശൻ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അനീഷും സ്ഥലത്തെത്തിയത്. എന്നാൽ രമേശനെ വിദ്യാർത്ഥികളും നാട്ടുകാരും കയ്യേറ്റം ചെയ്യുന്നത് കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കായി അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് കോഴിക്കോട് തൊണ്ടയാട് നിന്നും മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും.